ഗ്രാമത്തലവൻ എന്ത് പറഞ്ഞു? ആ വനദേവതേ വനദേവതേ, എന്റെ കോടാലി ആറ്റിപ്പോയിരിക്കുന്നു, എന്ത് ചെയ്യും? അപ്പൊ വനദേവത പറഞ്ഞു, ആ നീ വിഷമിക്കേണ്ട, നിന്റെ കോടാലി ഞാൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അപ്പോഴെന്ത് സംഭവിച്ചു? ആ വനദേവത അപ്രത്യക്ഷയായിട്ട് എന്ത് ചെയ്തു? ആ വനദേവത എന്ത് ചെയ്തെന്നറിയാമോ? ആദ്യം പോയി സ്വർണ്ണ കോടാലി എടുത്തോണ്ട് വന്നു. എന്നിട്ട് ഗ്രാമത്തലവനോട് ചോദിച്ചു, ഹേ ഗ്രാമത്തലവ, ഇതാണോ നിന്റെ കോടാലി? അപ്പൊ ഗ്രാമത്തലവൻ എന്താ പറഞ്ഞു? ഇതാണെന്റെ കോടാലി എന്ന് പറഞ്ഞു. അപ്പോൾ വനദേവതയ്ക്ക് ദേഷ്യം വന്നു. അതല്ലല്ലോ ഗ്രാമത്തലവന്റെ കോടാലി അതല്ലല്ലോ, വേറെ കോടാലി അല്ലായിരുന്നു. സ്വർണ്ണ കോടാലി കൊണ്ടതും ഗ്രാമത്തലവൻ ഒറ്റപ്പുറത്തില്ല. ആ ഇതാണ് എന്റെ കോടാലി. ഗ്രാമദേവതയ്ക്ക് ദേഷ്യം വന്നു. വനദേവതയ്ക്ക് ദേഷ്യം. അപ്പൊ വനദേവത എന്താ പറഞ്ഞറിയോ? വനദേവത ഗ്രാമത്തലവ, ഇത് നിന്റെ കോടാലിയോ? ഇത് നിന്റെ കോടാലി ഇല്ല, നിനക്ക് നിന്റെ കോടാലി ഇല്ല, സ്വർണ്ണ കോടാലി ഇല്ല, ഒറ്റ കോടാലി. ഇതിൽ നിന്ന് മനസ്സിലായി? രാമു സത്യസന്ധത കാണിച്ചുകൊണ്ട് വനദേവത എന്തൊക്കെ കൊടുത്തു? സ്വർണ്ണ കോടാലി, വെള്ളിക്കോടാലി, പിന്നെന്താ കോടാലി കൊടുത്തേ? രാമുന്റെ സ്വന്തം കോടാലി. പക്ഷെ ഗ്രാമത്തലവനോ? ഗ്രാമത്തലവനൊന്നും കിട്ടിയില്ലല്ലോ. ഗ്രാമത്തലവനൊന്നും കിട്ടിയില്ല. ഗ്രാമത്തലവൻ എന്തൊക്കെയാ? ഗ്രാമത്തലവൻ സ്വർണ്ണ കോടാലി കിട്ടിയില്ല, വെള്ളിക്കോടാലി കിട്ടിയില്ല, സ്വന്തം കോടാലിയും കിട്ടിയില്ല. എന്തുകൊണ്ട്? ഗ്രാമത്തലവൻ കള്ളം പറഞ്ഞു. സത്യസന്ധനായ രാമുവിന് എന്ത് കിട്ടി? എല്ലാം കിട്ടി. അത്രേ ഉള്ളൂ നമ്മുടെ കഥ. നല്ല കഥയാണോ? വനദേവത കിടക്കുന്നത് നല്ല കഥയാണ്.